ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലാണ് നിങ്ങൾ ഈ യൂട്യൂബിലൂടെയും ടി വിയിലൂടെയെല്ലാം ഈ ശുശ്രൂഷകൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നു. നാം ഇടയ്ക്കെല്ലാം ചില പാട്ടുകൾ കേൾക്കുന്നു, അതിനുശേഷം തിരുവചനം കേൾക്കുന്നു. ഇന്നും നമുക്ക് ഒരു ഗാനം ശ്രവിക്കാം. എൻ്റെ പ്രിയ ഭാര്യ സാലിയാണ് ഈ ഗാനങ്ങൾ ആലപിക്കുന്നത്. സാലി സ്വന്തമായി പാട്ടുകൾ എഴുതുകയും അത് ട്യൂൺ ചെയ്യുകയും പാടുകയും റെക്കോർഡ് ചെയ്യുകയും അത് വീഡിയോ അതെടുത്ത് അങ്ങനെ അത് യൂട്യൂബിലൂടെയും ടി വിയിലൂടെയും മറ്റും അപ്ലോഡ് ചെയ്യുന്നു. എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട് ഞങ്ങൾക്ക്. യേശുവിൻ്റെ നാമം മഹത്വം എടുക്കണം. യേശുവിനെ അനേകരെ കണ്ടെത്തണം. യേശുവിൻ്റെ ക്രൂശിലെ സ്നേഹവും ക്രൂശിലെ തിരുരക്തത്താലുള്ള രക്ഷയും വീണ്ടും ജനനവും നിത്യജീവൻ്റെ അവകാശവും എല്ലാവരും പ്രാപിക്കണം. കുടുംബങ്ങൾ സ്വർഗമായി തീരണം. ഭാഗ്യവശാൽ ഞങ്ങൾക്കൊരു സ്വർഗീയ കുടുംബജീവിതം ദൈവം തന്നു. ഞങ്ങൾ സ്വർഗീയ കുടുംബജീവിതം അനുഭവിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ സ്വർഗീയ കുടുംബജീവിതം ഈ ഭൂമിയിൽ തുടങ്ങുകയും നിത്യതയിൽ ആ സ്വർഗീയ കുടുംബത്തിൽ എത്തിച്ചേരുവാൻ ഇടയാകുകയും ചെയ്യണം. ഏതാണ് ഈ സ്വർഗീയ കുടുംബം? ദൈവരാജ്യം, സ്വർഗരാജ്യം. അതിനിടയാകട്ടെ. നമുക്കിപ്പോൾ ഈ ഗാനം നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. സ്തോത്രം. ചോദിച്ചതിലും നീനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ഈ ദൈവം നല്ല ദൈവം, ഈ ദൈവം എൻ സഹായം, ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം, ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം. ഒരു കണ്ണീരും ദയ തോന്നാതെ വഴിയരികിൽ ഞാൻ കിടന്ന നേരം കണ്ടും കാണാതെയും നടന്നകന്നു പലവുരുവായി സോദരങ്ങളും. ഒരു കണ്ണറിയാതെ ഒരു ചെവി കേൾക്കാതെ ഒരു ഹൃദയമറിയാതെ യേശു വന്നു. ഒരു കണ്ണറിയാതെ ഒരു ചെവി കേൾക്കാതെ ഒരു ഹൃദയമറിയാതെ യേശു വന്നു. അവൻ എന്നെ കോരിയെടുത്തു, അവൻ എന്നെ മാറോടണച്ചു. ചോദിച്ചതിലും നീനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനത്തിൻ്റെ ഏതാനും ശീലുകൾ കേൾക്കാൻ നമുക്കിടയായി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം ചിന്തിച്ചു വന്ന കാര്യം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും
ഈ ദിവസങ്ങളിൽ ഈ തിരുവചനം കേട്ടത് മൂലം നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായോ? തീർച്ചയായും ഞങ്ങളെ വിളിച്ചറിയിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായി കിടന്ന ഏതെങ്കിലും കാര്യങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്താലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്താലും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാലും നിങ്ങൾക്ക് അനുഭവമായെങ്കിൽ, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമായെങ്കിൽ, നിങ്ങൾ സന്തോഷമെങ്കിൽ ഞങ്ങൾ വിളിച്ചറിയിക്കാം. നിർബന്ധമൊന്നുമില്ല. ഞങ്ങളും നിങ്ങളോടൊത്ത് കർത്താവിനെ സ്തുതിക്കാൻ അത് ഇടയാകും, അതിന് മുഖാന്തരമാകും. സ്തോത്രം. നാം അതിനോടനുബന്ധിച്ച് വായിച്ചത് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഒരു പ്രവാചകൻ വേറൊരു പ്രവാചകനോട് പറയുകയാണ്, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ ഈ പ്രയാസമുള്ള കാര്യങ്ങളെ സാധ്യമാക്കി കൊടുത്ത ദൈവത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എന്താണ് ഈ പ്രയാസമുള്ള കാര്യം? അതറിയണമെങ്കിൽ 2-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഏലിയാവിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എലീശയ്ക്ക് കിട്ടണം. അതാണ് എലീശയുടെ പ്രാർത്ഥന. അപ്പോൾ ഏലിയാവ് പറയുകയാണ്, നീ ചോദിച്ചത് നല്ല കാര്യമാണ്, പക്ഷേ നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഈ പ്രയാസമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഏതാണ്ട് 4 കാര്യങ്ങൾ, 4 സ്റ്റെപ്പുകൾ, 4 കടമ്പകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഈ പ്രയാസമുള്ള കാര്യമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് നേടണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമെന്നാണ് അത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ഒന്ന് ചിന്തിച്ചു. ഒന്നാമത്തേത് ഗിൽഗാലാണ്. ഗിൽഗാലിനെ കുറിച്ച് പറയുമ്പോൾ ആത്മീയമായ അതിൻ്റെ അർത്ഥം റിപ്പൻറ്റൻസ്, മാനസാന്തരം, എന്നുവെച്ചാൽ പാപജീവിതത്തിൽ നിന്നുള്ളതായ മടങ്ങി വരൽ. 2, ബിഗിനിങ് ഓഫ് സ്പിരിച്വൽ ലൈഫ്, ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം. റിമൂവിങ് ഓൾ സിൻഫുൾ നേച്ചർ, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്ന അനുഭവം. ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം, ബിഗിനിങ് ഓഫ് സ്പിരിച്വൽ ലൈഫ് നമ്മൾ പറഞ്ഞു. ദൈവത്തോടു കൂടിയുള്ള ഒരു പുതിയ ജീവിതം, അതിൻ്റെ ആരംഭം. സെപ്പറേഷൻ ഫ്രം വേൾഡ്ലി ലൈഫ്, ഈ ലോകത്തിലെ പാപജീവിതത്തിൽ നിന്നുള്ളതായ ആ ഒരു സെപ്പറേഷൻ, അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന അനുഭവം. എന്നുവെച്ചാൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം എന്നാകത്തുകയായി പറയാം. അതുകൊണ്ടാണ് പറയുന്നത് റോൾഡ് അവേ, എല്ലാം ഉരുണ്ടുപോയി. അതാണ് ഗിൽഗാൽ. എന്നാൽ 2-ാമത്തെ കാര്യം എന്താണ്? ആത്മീയ ജീവിതത്തിൽ ഒരു തുടക്കം ഇട്ടു എന്നുള്ളതുകൊണ്ട് അത് പൂർണ്ണതയല്ല. പലരും ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, വീണ്ടും ജന്മം അനുഭവിച്ചു, യേശുവിൻ്റെ രക്തത്താൽ കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിച്ചു കിട്ടി, ഇനി എല്ലാമായി, ഞാൻ തികഞ്ഞു എന്നാണ് ചിന്തിക്കുന്നത്. അല്ല പ്രിയരെ, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി തികവിലേക്ക് പോകുകയാണ്. ഏതാണ് തികവ്? ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കുക എന്നുള്ളതാണ് തികവ്. ആ തികവിലേക്കുള്ള പ്രയാണമാണ് നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ളത്. അതിന് വേദപുസ്തകം പറയുന്നു ശുദ്ധീകരണം എന്നുള്ളത്. സ്വഭാവത്തിൻ്റെ മാറ്റം, പ്രകൃതത്തിൻ്റെ മാറ്റം, നമ്മുടെ ജീവിതം, നമ്മുടെ ആളത്വം മുഴുവനായി ശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവം, ആ അനുഭവത്തിലേക്കുള്ള പ്രയാണം. സ്തോത്രം. 2-ാമത്തേതാണ് ബേഥേൽ. ബേഥേൽ എന്നതിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഭവനം എന്നുള്ളതാണ്. രക്ഷയിലേക്ക് വന്ന ഒരു ദൈവവേദൽ ദൈവത്തിൻ്റെ ഭവനത്തിലായിത്തീരുന്നു. ഭവനം എന്ന് പറയുമ്പോൾ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ളതായ ആ ഒരു അടുത്ത ബന്ധം, ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. മാത്രമല്ല ആ ദൈവഭവനം എന്ന് പറയുമ്പോൾ വർഷിപ്പ് ലൈഫിനെ സൂചിപ്പിക്കുന്നു. ആരാധന നിറഞ്ഞ ജീവിതം, ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവമാണത്. ആരാധനയിലൂടെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന അനുഭവം, നന്ദി പറയുന്ന അനുഭവം. 3-ാമത്തെ എന്താണ്? പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുകയും അത് വളർത്തിയെടുക്കുകയും ചെയ്യുന്ന അനുഭവം, പ്രാർത്ഥനാ ജീവിതം. സ്തോത്രം. ദെൻ സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയമായ വളർച്ച. ഇതെല്ലാമാണ് ബേഥേൽ എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. 1 ഗിൽഗാൽ, 2 ബേഥേൽ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ഏലിയാവിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് പ്രാപിക്കുവാനായി
ദൈവം വെച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങളും കടമ്പകളും. ഗിൽഗാലിൽ നിന്നും ബേഥേലിലേക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനൊരു അനുഭവമുണ്ടോ? പലരും ഗിൽഗാൽ കടന്ന് അവിടെ തന്നെ നിൽക്കുകയാണ്, സ്റ്റാഗ്നൻ്റായി നിൽക്കുകയാണ്. ചിലർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ചിലർക്ക് യാത്ര ചെയ്യണം തോന്നുന്നില്ല. കാരണം അവർ പൂർണ്ണതയിൽ എത്തിയെന്ന അവരുടെ ചിന്ത. യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചു, യേശുവിനെ അപ്പനായി സ്വീകരിച്ചു. ഇനി എന്നാ എനിക്ക് കുഴപ്പം? എൻ്റെ പ്രിയരെ, വചനം എന്നെ പഠിപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. സ്തോത്രം. ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സ്തോത്രം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്ന് നിത്യനായ ദൈവം പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ ആ തുടക്കം, ആ കടമ്പ കടന്നാൽ അവിടെ നിൽക്കുകയല്ല, മുന്നോട്ടുള്ള വളർച്ചയാണ് ക്രിസ്തീയ ജീവിതം, പിന്നിലേക്കല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് രാജ്യം കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഈ ഓട്ടം ക്രിസ്തുവിനോട് അടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവം മാറണം, പഴയ പ്രകൃതങ്ങൾ മാറണം, പഴയ നീരസങ്ങൾ, പഴയ കയ്പുകൾ, പഴയ ഇഷ്ടക്കുറവുകൾ, പഴയ മുഷ്ടിലുകൾ, പഴയ ധാരണകൾ, പഴയ പണത്തോടുള്ളതായ ആസക്തികൾ, കർത്താവിന് സ്തോത്രം, വരവിലും ചെലവിലുമുള്ളതായ നിയന്ത്രണങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന് എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുകയില്ല. കർത്താവിന് സ്തോത്രം. എല്ലാവരും പറയുന്നത് പോലെയും, എല്ലാവരും പാടുന്നത് പോലെയും, എല്ലാവരും നടക്കുന്നത് പോലെയും, എല്ലാവരും കുടിക്കുന്നത് പോലെയും തിന്നുന്നത് പോലെയും അല്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവതൽ അവനെ ദൈവ സ്വർഗരാജ്യത്തിൽ ഇരുത്തുകയാണ്. അവൻ്റെ ആത്മാവിനെ വലിയ പദവിയാണ്. സർവ്വലോകവും കൊടുത്താലും കിട്ടാത്തതായ പദവിയാണ് ഒരു മനുഷ്യദൈവം കൊടുക്കുന്ന വീണ്ടെടുപ്പ്, മാനസാന്തരം. ഈ മാനസാന്തരത്തിൽ നിലനിൽക്കണമെങ്കിൽ നാം ശുദ്ധീകരണത്തിലേക്ക് വരണം. ഈ ഗിൽഗാലിൽ നിന്നാൽ പോരാ, ബേഥലിലേക്ക് പോകണം. ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കണം, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന അനുഭവം. നിങ്ങളുടെ ജീവിതത്തിൽ അതങ്ങനെയുണ്ടോ? കേവലം ഞായറാഴ്ച ഒരു ദിവസം വർഷിപ്പിന് വരുമ്പോൾ കിട്ടുന്ന കാര്യമല്ല ഞാനിത് പറഞ്ഞത്. അത് കിട്ടട്ടെ. പക്ഷേ പ്രിയരെ, ഒരു ഞായറാഴ്ച മാത്രം കിട്ടി, ബാക്കിയുള്ള തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ദൈവവും വേണ്ട, ദൈവസാന്നിധ്യവും വേണ്ട, കൃപയും വേണ്ട, ഒന്നും വേണ്ട. ലോകം മതി, ലോകത്തിൻ്റെ ഇമ്പം മതി, കൂട്ടുകാർ മതി, കൂട്ടുകെട്ട് മതി. അങ്ങനെ ജീവിച്ചാൽ ആഴ്ചയിലെ 6 ദിവസം അങ്ങനെ ജീവിച്ചിട്ട് 7ാമത്തെ ദിവസം ഞായറാഴ്ച വന്ന് നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ മേൽ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരുമോ? വരുമോ പ്രിയരെ? ചിന്തിക്കൂ. എന്നാൽ നേരെ മറിച്ച് ഊണിലും ഉറക്കത്തിലും യാത്രയിലും എല്ലാം, ജോലി സമയത്തും എല്ലാം യേശുവിനോട് സ്നേഹം, യേശുവിനെ സ്തുതിക്കുന്നു. ഈ പ്രോസസ്സ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ് പ്രോസസ്സ്? പഴയ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം കൂടിക്കൊണ്ടിരിക്കുന്നു, പ്രാർത്ഥനാ ജീവിതം കൂടിക്കൊണ്ടിരിക്കുന്നു, വചനവായന കൂടിക്കൊണ്ടിരിക്കുന്നു, സ്തോത്രം, ആരാധനാ ജീവിതം കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണോ നമ്മുടെ ജീവിതം? അങ്ങനെയെങ്കിലേ പരിശുദ്ധാത്മാവിന് കിട്ടുകയുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. നീ പ്രയാസമുള്ള കാര്യമാവെന്ന് ചോദിച്ചത്. ഈ പ്രയാസമുള്ള ആത്മാവിൻ്റെ ഇരട്ടിപ്പം കിട്ടണമെങ്കിൽ ഒന്ന് ഗിൽഗാൽ ഉരുണ്ടു പോകണം. ശാപങ്ങളും പാപങ്ങളും പഴയ മനുഷ്യനും മുഴുവൻ ഉരുണ്ടു പോകണം. 2 ബേഥേൽ, ദൈവത്തിൻ്റെ ഭവനത്തിൽ നാം എത്തിച്ചേരണം. ദൈവവുമായും ദൈവമക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്ന ബന്ധങ്ങൾ, പലരായി നാം ഒരു അപ്പത്തിൻ്റെ അംശികളാകുന്ന ആ ഐക്യതയുടെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും ബന്ധങ്ങൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു അതെല്ലാം നേരത്തെ വിഭാവനം ചെയ്ത് ഈ തിരുവചനത്തിലൂടെ നമ്മെ അറിയിച്ചത്, സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാണിച്ചു തന്നത്. നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങളുടെ പഴയ ജീവിതത്തോട് യാത്ര പറഞ്ഞ് പുതിയ ആരാധന, പുതിയ സമർപ്പണം, പുതിയ പ്രാർത്ഥന, പുതിയ സ്നേഹബന്ധം, പുതിയതായ ആ അനുഭവത്തിലൂടെ നാം മുന്നോട്ട് വന്നാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, കർത്താവ് നമ്മെ പുതുതാക്കും. മറക്കല്ലേ, 1 ഗിൽഗാൽ ഉരുണ്ടുപോയി, 2 ബേഥേൽ ദൈവത്തിൻ്റെ ഭവനം. പാപം ജീവിതത്തിൽ നിന്ന് ഉരുണ്ടുപോയി. നാം ദൈവഭവനത്തിൽ അംഗങ്ങളായി ദൈവഭവനത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കും, കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ആ വിലപ്പെട്ട പരിശുദ്ധാത്മാവിനെ, ഹല്ലേലൂയ, വിലയേറിയ കാര്യമാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേലും കർത്താവ് പകരും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒരു മനുഷ്യന് ഈ ഭൂമി ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണത്? ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഇൻ ദ വേൾഡ്, ദ മോസ്റ്റ് പ്രഷ്യസ് പേഴ്സൺ ഇൻ ദ വേൾഡ്. കർത്താവിന്റെ സ്തോത്രം.
അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുകയാണ്. അപ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും ഈ പ്രഷ്യസ് ആയിട്ടുള്ള പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുകയും ആ പരിശുദ്ധാത്മാവിൽ വളരുകയും ചെയ്യുന്ന ദൈവിക അനുഭവം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടും.